അപ്പോൾ ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണ പോകണം കേട്ടോ. ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. ഇപ്പോൾ രാവിലെ തന്നെ പോകണം, കാലത്ത് കണ്ട. പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് വൈകിയാണ് നമ്പർ കിട്ടിയത് കേട്ടോ. മറ്റേത് ഞങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 കിട്ടൽ. അപ്പോൾ 6 മണിയാകുമ്പോഴേക്ക് അവിടെ എത്തണം. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് 19. അപ്പോൾ 7 മണിക്കൊക്കെ ശേഷം എത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ 6:30 ആവാനാവുന്നുണ്ട്. ഇങ്ങനെ പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ദൂരം ഇട്ട് ഇവിടുന്ന് 30 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട്. ഞാൻ നമ്മൾ അടച്ചു. പിന്നെ അമ്മ നീച്ച് വിളക്ക് വയ്ക്കണുള്ളൂ, അപ്പൂസ് നീച്ചിട്ടുമില്ല. പോവല്ലേ? പറഞ്ഞു വന്ന സമയം കറക്റ്റാണ്. 7 മണിക്ക് ഇവിടെ എത്തി പെരിന്തൽമണ്ണ. അപ്പം അവിടെ എത്തി എത്ര സമയം പിടിക്കുന്നൊന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെയാണ് അവിടെ. പിന്നെന്താ പറയുക, ഈ രാവിലെ കൊണ്ട് അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലെന്ന് സുഖമായിട്ട് പോരാനൊക്കെ. ഈ വരുന്ന സ്ഥലത്താണ് കുറച്ച് ബ്ലോക്ക് ഉള്ളത്. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഇടത്തോട്ടാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കണ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു എവിടെ എങ്ങനെയാണ് എന്ന്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകണം. അത് കാരണം നമുക്ക് ഫസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പഴച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചിട്ടാണ് പോയത് ഇവിടെ. പിന്നെ ആ ഡോക്ടറെ ആരോട് ചോദിച്ചാലും മനസ്സിലാവും. ഈ ഇടത്ത് സെൽബടെ തോന്നുന്നു. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇവിടെയാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ലക്ഷ്യം വെച്ചന്ന് വന്നത് ഈ ഡോക്ടർ ബോർഡാണ്. അത് കാരണം ഇവ നേരെ ഇങ്ങോട്ടോട് പോയി. ഇവരെവിടെയല്ല തിരിയുന്നത്. എത്ര പ്രാവശ്യം? 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഡോക്ടറെ കാണിക്കുന്നത്. 3ാമത്തെ പ്രാവശ്യം വരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ശരിക്കും ഇതാക്കില്ല. പിന്നെ നമ്മൾ വാസേട്ട അവിടെ എടുത്താണ് കേട്ടോ. കുറച്ച് ദൂരം പോകാനുള്ളൂ. വാസേട്ട വീട്ടിൽ കഴിഞ്ഞ വരവിനൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാണിക്കാതെ വിളിച്ച് പറഞ്ഞിട്ട് മെല്ലെ പോകണം വീട്ടിലേക്ക്. ഞങ്ങൾ വരുന്നില്ല എന്ന് അറിയണം. പോയാൽ പിന്നെ സമയം പിടിക്കും. ദൂരമില്ല, പ്രത്യേകിച്ച് വിശേഷ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എവിടെയാണ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ മൊത്തം. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആണ്. എവിടെ തിരിയണമെന്നൊന്നും ഇല്ല. ശരിക്കും ഇങ്ങനെ നോക്കണം. ഇവിടെ തന്നെയാണ്. ഇതട്ടോ ഈ ബോർഡാണ്. ഇതാണ് സംഭവം. ഞരമ്പിന്റെ ഡോക്ടറാണ് മൊയ്നുൽ ഹക്ക് എന്നാട്ട ഡോക്ടറുടെ പേര്. ഇങ്ങനെ അന്ന് പെടാനാണ് നമുക്ക് കുറച്ച് പ്രയാസം. അങ്ങനെ ഉള്ളിലേക്കാണ്. എന്തായാലും പോയി നോക്കാം. അടുത്തെത്തി. അടുത്ത 2ാമത്തെ ഒരു വളവിലാണ്. ഞങ്ങൾ പെരിന്തൽമണ്ണ ബേക്കറിയിൽ കയറിയതാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാനൊരു ഫോണില്ല പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടർ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോവുകയാണേ. ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഇറങ്ങിട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഡോക്ടർക്ക് എത്തിയത്. 19 നമ്പറുള്ളത് ചെന്നപ്പോഴേക്കിന് 15 വരെയുള്ള ടോക്കൺ കൊടുത്തിട്ട് പിന്നെ അടുത്ത റൗണ്ടിലാണ് 1 തൊട്ട് തുടങ്ങണേ. അപ്പൊ അങ്ങനെ 5ാം നമ്പർ കിട്ടി. 9 മണിയായി. എന്നാലും നമ്മള് 9 മണിയാകുമ്പോഴേക്കിന് ഒക്കെ കഴിഞ്ഞ് പോകുന്നില്ലേ മരുന്ന് വാങ്ങി. അപ്പൊ അങ്ങനെ 3 മാസത്തേക്ക് വീണ്ടും മരുന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നിർത്താൻ പറ്റൂല കേട്ടോ. മരുന്ന് നിർത്താൻ പറ്റില്ല. ചമ്രവട്ടോ നമുക്ക് തന്നെ ദൂരാണ്. പക്ഷെ എന്താ പറയുക, മരുന്ന് നിർത്താൻ പറ്റുമെന്ന്. കാരണം ഇപ്പൊ അസുഖത്തിനെല്ലാം മാറ്റണ്ട്. തലവേദന ഉണ്ടായില്ല, കാലുവേദനയ്ക്കൊക്കെ അസുഖം മാറ്റണ്ടേ. അപ്പൊ മരുന്ന് നിർത്താൻ പറ്റുമെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ അതെ, നമ്മൾ ഇരിക്കുന്ന എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ദൂരത്തുനിന്ന് റിസ്ക് എടുത്തൊക്കെ വരാന്നുണ്ടെങ്കിൽ ആളടുത്ത് നല്ല മാറ്റം ഉണ്ടായിട്ടല്ലേ. അപ്പൊ
നമ്മളൊരാളെ ഡോക്ടർമാരെ കുറ്റം പറയല്ല. ഇവിടെ വന്നെന്താ വെച്ചാൽ മാറ്റണ്ടേ. ഇന്നെ ഇത്രയും ഈ ഒരു നടക്കാൻ ഈ ഒരു രൂപത്തേക്ക് ആക്കി തന്ന ഡോക്ടർമാരെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, പറയല്ല കേട്ടോ. പിന്നെ സ്ഥലത്തൊന്നും മാറൂല കാര്യം പറയാം. പിന്നെ ഞരമ്പിനൊക്കെ വരുന്ന അസുഖം ഇങ്ങനെയൊക്കെ തന്നെ തുടർച്ചയായിട്ട് നമുക്ക് കഴിക്കേണ്ടി വരുന്ന ഉറപ്പാണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ പേര് പറയാൻ പറ്റില്ല. 3 വർഷം കുടിച്ചു, ഒരു മാറ്റമില്ല. എന്തിനു ചെറിയ മരുന്നിന്റെ കച്ചവടം അല്ല ഒന്നല്ല. അപ്പൊ എന്തായാലും 3 ദിവസം കൂടി കുടിക്കല്ലേ. പക്ഷെ ഡോസൊക്കെ കുറവാക്കി പകുതിയാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ മരുന്നും കച്ചവടം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ മാത്രം കിട്ടുള്ളൂ. ആ മരുന്ന് വേറെ എവിടെയും കിട്ടില്ല. അപ്പൊ കച്ചവടം അല്ല എന്താ പറയുന്നത്. അപ്പൊ വെറുതെ മരുന്ന് പിടിച്ച് നമ്മളെ കൊല്ല. നമ്മളെ പൈസ കുറെ എടുത്ത് പോയിന്നല്ല, അതൊരു കാര്യമല്ല. അപ്പൊ തിള്ള് തെരഞ്ഞു പിടിച്ച് അതിൻ്റെതായിട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് മരുന്ന് പിടിക്കുക. നല്ല ഡോക്ടർ എവിടെ നിന്ന് അന്വേഷിച്ചിട്ട്, അല്ലാതെ മരുന്ന് കച്ചവടത്തേക്ക് പോകരുത്. ഞങ്ങളുടെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോ ഈ ഡോക്ടറുടെ പേര് പറയും എന്തായാലും. പിന്നെ നമ്മള് ഫീസും കുറച്ച് മരുന്നിനൊക്കെ കുറച്ച് EMS മെയിൻ ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർക്ക് വരുമ്പോ ഉണ്ടാവുമല്ലോ, അതിന്റെ ക്ലിനിക്കിൽ നമ്മളിപ്പോ പോയിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ അയാള് EMSക്ക് പോവുകയും ചെയ്യും കേട്ടോ. അച്ഛനെ നോക്കിയത് ഈ ഡോക്ടറാണ്. അതെ, അച്ഛനെ നോക്കിയ ഡോക്ടറായിരുന്നു. അങ്ങനെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ പറയാൻ പോണ വേറെ കാര്യമാണ്. നമ്മളെ വാസുകേട്ടൻ്റെ അടുത്തേക്കാ പോണത് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ അല്ല അയ്യപ്പ ക്ഷേത്രത്തില. അപ്പൊ ഞാൻ വാസുകേട്ടനെ പറഞ്ഞിരുന്നു ഞാൻ പോണില്ല, ഞങ്ങള് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ സന്തോഷമായിരുന്നു പറഞ്ഞു. വാസുകേട്ടനെ വിളിച്ച് പറയും നമ്മളിപ്പോ വരുന്നില്ല, ഞാൻ അടുത്ത വരവിലാക്കാന്ന് പറയാം. ഫോൺ എടുക്കുന്ന സമയത്ത് വാസുകേട്ടന് പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വിളിച്ചു. കാരണം ഞങ്ങൾ എന്നൊന്നും വിളിക്കലില്ല. വാസുകേട്ടൻ ഇങ്ങോട്ട് വിളിക്കലാണ്. 4 ദിവസം 5 ദിവസമൊക്കെ കൂടുമ്പോ ഒന്ന് വിശേഷം അറിയാൻ വിളിക്കും. ഇന്നലെ മഴ ചെയ്തോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ദിവസം വിളിച്ചു. ഇപ്പൊ ആൾക്ക് തിരക്കാണ്, അമ്പലത്തിൽ ജോലിയാണ് രാവിലെ. എന്നാലും അവിടുന്നാണ് വിളിക്കണേ. എന്നിട്ട് ആ കറക്റ്റ് സമയത്ത് വിളിച്ചു ഞങ്ങളെ. പിന്നെ നിന്നൂടെ അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും വാസുകേട്ടനെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. അല്ല, മിൽമ ബൂത്തിന്റെ അവിടെ. അപ്പൊ അങ്ങനെ ഞങ്ങള് വാസുകേട്ടനെയും കുടുംബത്തിനെയും കാണാൻ പോവുകയാണ് കേട്ടോ. സന്തോഷം. നമ്മള് കുടുംബാണ്. പോയില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര വിഷമം. ഒത്തിരി എടുത്ത് വന്നിട്ട് കാണാതെ പോവാ എന്താവും ആ അവസ്ഥ തന്നെ. അപ്പൊ എന്തായാലും അവർ വീടെത്തിച്ചിട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് പോട്ടെ. ഞങ്ങൾ കുറച്ചേരായിട്ട് വന്നിട്ട് അപ്പൊ ചായ കുടിച്ചു. ദോശയും ചട്നിയും പൊട്ടടല ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചായ കുടിച്ചു ഇനി പോവുകയാണ്. ഞങ്ങൾ വാസേട്ടൻ എടുക്കുന്നപ്പോ വാസേട്ടൻ നമ്മളെടുക്കണേ. പിന്നെ സന്തോഷം ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വേഗം പോവാം. അപ്പൊ നല്ല മാങ്ങ കണ്ടിട്ടോ. അപ്പൊ മാങ്ങയൊക്കെ തിന്നോണ്ട വീട്ടിലേക്ക് പോവാണ്. കുട്ടികളും എല്ലാരും കണ്ടുട്ടോ വന്നപ്പോ. രാവിലെ വരുകൊണ്ട് പിന്നെ നമ്മളെ ഉണ്ണീനെ സുബിയേട്ടറെ ഒക്കെ കണ്ടു. പിന്നെ വാസേട്ടനെ ഇപ്പൊ പെരുന്തോണയ്ക്ക് വരുന്നുണ്ട്. നേരിട്ട് ചോദിച്ചാൽ പറയണോ? എന്നാ വീട്ടിലേക്ക് നിൽക്കാൻ വരിക? ഞങ്ങൾ എന്നും വരും, നിങ്ങൾ വരുന്നതല്ല. എത്ര നേരം ഇരിക്കാൻ പറയില്ലേ? അതാണ് കുട്ടികളില്ലാതെ പുറത്തിറങ്ങാത്ത ഒരാളാട്ടോ ഈ നിൽക്കണത്. അപ്പൊ കുട്ടികളെയും കൂട്ടി വരുള്ള ആയിക്കോട്ടെ. കുട്ടികളെയും കൂട്ടി നിൽക്കാൻ സ്ഥലം കിട്ടോ. നല്ല സുഖം. എല്ലാരും തിരക്കിലാണ്. ഇങ്ങനെ നടന്ന് ചെരുപ്പ് എന്തോ ഒരു തണുപ്പ്. നല്ല സുഖണ്ട് നിക്കാട്ടോ. നമ്മളെ വീണ്ടും മുറ്റത്തൊക്കെ പറ്റുമോ? കരിഞ്ഞിട്ടുണ്ടാവും. ചോടെ നോക്കിയേ, ചുറ്റും മരങ്ങളും എല്ലാം ആയിട്ട് നല്ലൊരു ചൂടില്ല കേട്ടോ. അതാണ് ഇവിടേക്കൊന്നും മഴ അല്ലോ. നമ്മളെ വീട്ടിക്ക് നല്ല പെയ്തില്ലേ? ഇവിടേക്ക് 10 മണി 10:30 ആകുമ്പോ തുന്നായിരുന്നു. ഞാൻ 4 മണി കഴിഞ്ഞിട്ട് അപ്പൂസ ചക്ക പഴുത്തോ? നോക്കിയാ നമ്മള് വാസന്റെ അടുത്ത് കൊടുന്ന ചക്ക കേട്ടോ. അപ്പൊ ഇതിന്റെ റൂറ്റ നോക്കിയ ചക്ക കണ്ടിട്ടുള്ള ചെറിയാണിത്. പഴുത്ത ചക്ക ഇട്ടിട്ടോ. നല്ല മണുണ്ട്. ഞാൻ കൂട്ടാൻ വെക്കാനാണ് വിചാരിച്ചത്. വേഗം ഊറ്റത്തില് ചക്കക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കിയത്. അപ്പൊ നല്ല മണുണ്ട് ചക്കക്ക്. ഓന് മുറിക്കണതും തിന്നതും ഒക്കെ ഇഷ്ടമാണ് ചക്ക. കൊണ്ടുവന്ന മാങ്ങ അപ്പൊ തന്നെ തിന്നു കേട്ടോ. ഇനി
മാങ്ങാക്കറിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ മാങ്ങാക്കറി? കറിയൊക്കെ ഉണ്ട് തിന്നാനാണോ? പിന്നെ കറിയൊക്കെ ഉണ്ടാ? ഓന്റെ കറി ഇന്നലത്തെ ഇന്നെ ഉണ്ടല്ലേ? കറി വന്നിട്ട് കൂട്ടിയപ്പോ ഈ ചക്ക മുറിക്കണത് കാണാൻ ആകാംക്ഷയിൽ നിൽക്കണം കേട്ടോ ഞങ്ങൾ. എന്താ അറിയോ, നമുക്ക് ചക്ക നിൽക്കൂല അങ്ങനെ വല്ലാതെ കിട്ടിയിട്ടില്ലേ. ആടാ നല്ല കളറുള്ള ചോളയാണല്ലോ. എന്നോട് അപ്പൊ തന്നെ പറഞ്ഞു കുഞ്ഞി ചോളയാണ് പറഞ്ഞു. എന്നാലും വേണ്ടില്ല, ചക്കേന്റെ പൂതിക്ക് നമുക്ക് ചോള ചെറുതായാലും വേണ്ടില്ല എടുത്തതാ. അതിന്റെ കുരു നമുക്ക് കൂട്ടാൻ വെക്കാട്ടോ. ഇനി കൊറേ ദിവസം കുരു പ്രമാണിച്ചുള്ള കൂട്ടാനാവും ഞങ്ങൾക്ക് അല്ല. അപ്പൊ ചക്ക തിന്നാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഓനെ പഠിപ്പിക്കണ്ട, അവൻ തന്നെ മുറിച്ചിട്ട് കൊടുത്തരും, അപ്പം തിന്നാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ അത് കുട്ടിയോടെ നോക്കിയിരിക്കല്ലാതെ വേറെ കോലല്ലല്ലോ. അമ്മ ഒന്ന് പാടിയേക്ക് പോയി, അമ്മേനെ സമ്മതിച്ചില്ല. എന്തൊരു മണമെന്നറിയോ. ചക്കയൊരു വലിപ്പം നോക്കിയ ചോള. പക്ഷെ ഇത് നല്ല മധുരം ഉണ്ടാവുന്ന പ്രതീക്ഷ. നോക്കട്ടെ. എന്തൊരു മധുരം. വരിക്കച്ചക്കയാണ് കേട്ടോ, പഴഞ്ചക്കയല്ല. കണ്ടോ അപ്പു പറിച്ചു തരുന്നത്. സന്തോഷേട്ടൻ പർച്ചേസിന് പോയി, കോഴിക്കോട് പോയി. ചക്ക തിന്നാനൊന്നും നിന്നില്ല, വരുമ്പോ തിന്നോളും. പറിച്ച് വെച്ചാൽ പിന്നെ എടുത്ത് തിന്നാ മതിയല്ലോ. അപ്പൊ പിടിച്ച് പറിച്ച് ഇടങ്ങാറാണ്ട. രസമപ്പോ ഞാൻ പറഞ്ഞു കൊടുക്ക്. വാസേട്ട ഹായ് പറഞ്ഞു കൊടുത്ത, തങ്കമ്മേ ഹായ് പറഞ്ഞു കൊടുത്ത, എല്ലാവരോടും ഹായ് പറഞ്ഞു കൊടുത്ത, സുബിനേട്ടനോടും ഉണ്ണിയേട്ടനോടും ചേച്ചിമാരോടും എല്ലാവർക്കും ഹായ് കൊടുത്ത പറഞ്ഞു കൊടുത്ത. വാസേട്ടനെ തങ്കമ്മയ്ക്ക് എന്നെ നോക്കി നോക്കിയല്ലോ, ഇവിടേക്ക് നോക്കിയിട്ട്. ഞങ്ങള് ചക്ക തന്നെയാണ് പറയാം. മാങ്ങ 3 തിന്നു. ചക്ക ബാക്കി ഇതാ തിന്നണ്. ഒരു മുറി ഇതാ കൊണ്ട് പാത്തേക്കാൻ കൊണ്ടുപോണ്. പിന്നെ തിന്നാന് ഇതിപ്പോ തിന്നാന് കൊണ്ടുവന്നപ്പോ തന്നെ ഞങ്ങള് ചക്കക്കുരു ഇട്ടിട്ട് നാളെ മുരിങ്ങക്കറി വെച്ചിട്ടോ. ചക്കക്കുരു മുരിങ്ങയും കറി നാളെ വെക്കാം. ഒരു മുറി കുട്ടിയമ്മയ്ക്ക് കൊണ്ടുപോകണുണ്ട് തറവാട്ടിക്ക്. ഓരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് ആർക്കും കിട്ടൂല. അതാണ് കിട്ടുമ്പോൾ ഒരു ഊറ്റല്ലേ പറഞ്ഞ പോലെ. ഞങ്ങൾ ക്ഷീണിച്ചിട്ടോ. പെരുന്തമണ്ണെന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ നമുക്ക് വീണ് വണ്ടിയിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ പെരുന്തമണ്ണ കുറച്ചൊരു കഴിഞ്ഞേക്ക് കടന്നിട്ട് വണ്ടിയിൽ ഇവിടെ എത്തി. പാലക്കോട് വന്നിട്ട് കണ്ണൂർ നീച്ചത്. ഛർദിക്കാനൊക്കെ വന്നതായി, ഛർദിച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ വന്ന് കുറച്ചേരം കടന്നിട്ട് അപ്പോൾ ഈ ചക്കനെ നീച്ച് വരുന്നത്. കുട്ടിയമ്മ ചക്കൻ്റെ വിശേഷമൊക്കെ ചോദിക്കുന്നത്. അപ്പം നമ്മളെ ചക്കൊക്കെ തിന്നാണ് കേട്ടോ. ചക്ക കിട്ടാത്തവർക്കും കിട്ടണവർക്കും എല്ലാവരോടും എന്താ പറയുക, ഞങ്ങൾ തിന്നണ കാണല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര തിരിക്കാണ്. അപ്പം എന്നാൽ എല്ലാവർക്കും ബായ് ട്ടോ. ഞങ്ങളിനി നാളെ വരാം. അപ്പോൾ ബായ്.